യുദ്ധം പല രാജ്യങ്ങളിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അമേരിക്കയ്ക്ക് ആവശ്യമാണ്. ഒരു യുദ്ധത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമല്ല നടക്കുന്നത്, പല കാര്യങ്ങളും ഇതിലൂടെ നടന്നു പോകുന്നുണ്ട്. ഈ അമേരിക്കൻ ഇക്കോണമി നിലനിൽക്കുന്നത് ഈ വലിയ ഒരു ആയുധ കച്ചവട ലോബിയുടെ ഒരു വലിയ പിൻബലം ഇതിലുണ്ടെന്ന് പറയാൻ പറ്റും. അമേരിക്കയിൽ വന്ന് യുദ്ധം ചെയ്യാൻ ആരെയും സമ്മതിക്കില്ല. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ പോയി യുദ്ധം ഉണ്ടാക്കുക, പരസ്പരം പോരാടിപ്പിക്കുക. ഈവൻ ചെറിയ വിമത ഗ്രൂപ്പുകളെ പോലും ആദ്യങ്ങളിൽ ഫ്രീ ആയിട്ട് ആയുധവും ഒക്കെ കൊടുത്ത് പൈസയും കൊടുത്ത് വളർത്തും. അത് കഴിഞ്ഞ് അവരെ സർക്കാരുകൾക്ക് എതിരാക്കും. ഫോറിൻ പോളിസിയുടെ പറയാതിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളത്. ഒരിക്കലും വിചാരിക്കാത്ത ഒരു സെറ്റ് കൺട്രീസ് കൂടി ഈ യുദ്ധത്തിലേക്ക് ഉൾപ്പെട്ടേക്കുകയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ ഇത് അമേരിക്കയുടെ വിജയമാണ്. കാരണം ഇറാനിൽ തുടങ്ങി വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് യുദ്ധം കൊടുമ്പിരി കൊണ്ട് നീങ്ങുകയാണ്. സമാധാനത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് സ്വയം പറയുന്ന ഡൊണാൾഡ് ട്രംപാണ് ഈ യുദ്ധത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ സമാധാനം പുലരുകയാണോ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, അതോ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഹിഡൻ അജണ്ടകളുണ്ടോ? ഇതേക്കുറിച്ച് നമുക്കറിയാം. നമ്മോടൊപ്പമുള്ളത് റിപ്പോർട്ടർ ഡിജിറ്റലിൻ്റെ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് സുമ സണ്ണിയാണ്. നമസ്കാരം സുമ. നമസ്കാരം. നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഗൾഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോരോ അവിടെ ബോംബിട്ടു ഇവിടെ ബോംബിട്ടു, അങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ ട്രംപ് ഇങ്ങനെയൊരു യുദ്ധം തുടങ്ങാൻ അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ മോട്ടീവ് എന്താണ്? ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ട്രംപ് യുദ്ധം തുടങ്ങാനായിട്ട് ഇപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസ് ഇറാനിന് പക്കലുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ യുദ്ധത്തിൻ്റെ കോപ്പ് കൂട്ടിയത്. പക്ഷേ ഇതിനെ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും അത് മാത്രമല്ല ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ. ട്രംപിനും മാത്രമല്ല, അമേരിക്കയുടെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ യുദ്ധങ്ങൾ കാലാകാലങ്ങളിലുള്ള ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഓരോ രാജ്യങ്ങളിൽ യുദ്ധം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു പോളിസി ഇവർക്കുണ്ട്. ഇവരുടെ ഫോറിൻ പോളിസിയുടെ പറയാതിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളത്. അതായത് അമേരിക്കൻ മണ്ണിൽ ആരെയും തൊടാൻ സമ്മതിക്കില്ല, അമേരിക്കയിൽ വന്ന് യുദ്ധം ചെയ്യാൻ ആരെയും സമ്മതിക്കില്ല. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ പോയി യുദ്ധം ഉണ്ടാക്കുക, പരസ്പരം പോരാടിപ്പിക്കുക, അതല്ലെങ്കിൽ വിമതസേനകളെ പല സ്ഥലങ്ങളിലും സപ്പോർട്ട് കൊടുത്ത് വളർത്തുക, അവർക്ക് പണവും ആയുധങ്ങളും എത്തിച്ചു കൊടുക്കുക, ആയുധ കച്ചവടം നടത്തുക, ഇങ്ങനത്തെയുള്ള പല മോട്ടീവ്സും ഇതിൻ്റെ പിന്നിലുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം അമേരിക്ക ഓരോ യുദ്ധങ്ങളും തുടങ്ങുമ്പോൾ ഓരോ രാജ്യത്തിൻ്റെ നമ്മൾ ഹിസ്റ്ററി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യുദ്ധം തുടങ്ങാനായിട്ട് അമേരിക്ക പറയണ കോസ് എന്ന് പറയുന്നത് വളരെ നോബിൾ കോസ് ആയിരിക്കും. അതായത് അവിടെ മനുഷ്യത്വ ലംഘനം നടക്കണം, ജനാധിപത്യത്തിന് വേണ്ടിയിട്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും യുദ്ധങ്ങൾ തുടങ്ങുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ആയുധ കച്ചവടവും അങ്ങനത്തെ കുറേ മോട്ടീവ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഇക്കോണമി ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ ഇക്കോണമി നിലനിൽക്കുന്നത് ഈ വലിയ ഒരു ആയുധ കച്ചവട ലോബിയുടെ ഒരു വലിയ പിൻബലം ഇതിലുണ്ടെന്ന് പറയാൻ പറ്റും. കാരണം ആയുധ കച്ചവടം ഇവരുടെ GDPയുടെ ഒരു നല്ല ശതമാനം ആയുധ കച്ചവടത്തിൽ നിന്നും അങ്ങനത്തെ കമ്പനികളിൽ നിന്നും ആ കമ്പനികളുടെ ഷെയർ മാർക്കറ്റിലുള്ള ഓഹരികളുടെ വർധനവിൽ നിന്നും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഈ ഡിഫൻസ് കമ്പനികളെ സപ്പോർട്ട് ചെയ്യണമെന്നും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ യുദ്ധം പല രാജ്യങ്ങളിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അമേരിക്കയ്ക്ക് ആവശ്യമാണ്. അതായത് യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള ഒരു രാജ്യമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇക്കോണമീനെ വളർത്താൻ മറ്റു രാജ്യങ്ങളിൽ പോയി യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അത് അമേരിക്കയുടെ ഒരു മോട്ടീവാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ ഇറാൻ്റെ കേസിൽ തന്നെ നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരിക്കലും അമേരിക്ക വിചാരിച്ചില്ല ഇറാൻ GCC കൺട്രീസിനെ ആക്രമിക്കുന്നു, അമേരിക്കയുടെ മിലിറ്ററി ബേസിനെ ആക്രമിക്കുമെന്ന് പറയുമ്പോഴും അമേരിക്ക ഒരിക്കലും വിചാരിച്ചില്ല ഇറാൻ ഇതുപോലെ തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും അമേരിക്കയാണ് ഈ യുദ്ധത്തിൽ ജയിച്ച് നിൽക്കണമെന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വിചാരിക്കാത്ത ഒരു സെറ്റ് കൺട്രീസ് കൂടി ഈ യുദ്ധത്തിലേക്ക് ഉൾപ്പെട്ടേക്കുകയാണ്. എന്നാൽ അമേരിക്കയുടെ പരാജയമാണെന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു തോട്ടും പല വിദഗ്ധരും പറയുന്നു. അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ ഇത് അമേരിക്കയുടെ വിജയമാണ്. കാരണം അമേരിക്ക വിചാരിക്കാത്ത ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരു കാര്യം കൂടി നേടിയെടുത്തേക്കുക.
ഗൾഫ് കൺട്രീസിൻ്റെ ഇക്കോണമീസിനെ കൂടി പ്രൈമറി ഒരു ലക്ഷ്യം എന്തായിരുന്നു? പ്രൈമറി ലക്ഷ്യം ഞാൻ പറഞ്ഞില്ലേ, ഇവർ വളരെ ഇതായിട്ടുള്ള കോസുകൾക്ക് വേണ്ടിയിട്ടാണ് ജനാധിപത്യം പുനഃസ്ഥാപിക്കാമെന്നും ന്യൂക്ലിയർ വെപ്പൺസ് കയ്യിൽ വയ്ക്കാതിരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് യുദ്ധം തുടങ്ങിയത് ആണെങ്കിലും ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ശരിക്കും മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ഉണ്ടാക്കുക, മറ്റുള്ള രാജ്യങ്ങളെ അധികം വളർത്താതിരിക്കുക. ഇപ്പോൾ അമേരിക്ക ചരിത്രത്തിലെ യുദ്ധങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥലത്ത് യുദ്ധം നടത്തിയിട്ടുണ്ടോ അവിടെ നിന്ന് അമേരിക്ക വളർന്നിട്ടുണ്ട്, പക്ഷേ ആ രാജ്യങ്ങളുടെ ഇക്കോണമി തളർന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങൾ ആ സ്ഥലങ്ങളിൽ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും അതല്ലെങ്കിൽ സുഡാനിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ പോയി യുദ്ധം ഉണ്ടാക്കിയേക്കണ സ്ഥലങ്ങളിലൊക്കെ യുദ്ധമില്ലായിരുന്നെങ്കിൽ അത് നന്നായി വളരുന്നു. ഏറ്റവും പുതിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിലും യുക്രൈൻ എന്തോരം നന്നായി വളർന്നിരുന്ന ഒരു ഇക്കോണമിയാണ്. അവിടെ പോയി അതിന് ഈ റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടായതിന് പിന്നിലും നല്ലൊരു റോള് അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയും നന്നായിട്ട് വളരണ ഇക്കോണമീസിനെ തളർത്താനും അമേരിക്കയ്ക്ക് വളർത്താനും ഒരു വഴിയൊരുക്കുകയാണ് ഈ യുദ്ധങ്ങളിലൂടെ ഉണ്ടായത്. അതായത് രണ്ട് മുട്ടനാടുകൾ ഇടികൂടുമ്പോൾ അതിൽ ചോര കുടിക്കണ ചെന്നായിയായി മാറണ ഒരു റോളാണ് അമേരിക്കയ്ക്ക് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു മുട്ടനാടല്ല, ഒരുപാട് മുട്ടനാടുകളുടെ അതാണ് പറഞ്ഞത്. അതായത് ഒരു വെടിക്ക് 2 പക്ഷിയല്ല 10 പക്ഷീനെയാണ് അമേരിക്കയ്ക്ക് കിട്ടിയേക്കണേ. അതായത് അവർ ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ വാർഷിപ്പുകൾ ഓടി നടക്കുക, ഏത് രാജ്യങ്ങളിലേക്ക് ഇനി അടുത്തത്. ഇപ്പോൾ ഈ യുദ്ധം കഴിയുമ്പോഴേക്കും അടുത്തത് അവർ ലക്ഷ്യം വെച്ച് കഴിഞ്ഞു, ക്യൂബേനെയും പിന്നെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ അജണ്ടയാണ് ഇവരുടെ. എന്നിട്ട് അതിനൊക്കെ ഒരു നല്ല കോസും പറയും, എന്തെങ്കിലും ജനാധിപത്യ പ്രശ്നങ്ങളെന്നോ അതൊക്കെ. അപ്പോൾ കൺവിൻസിംഗ്ലി ഇവർക്ക് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും, പക്ഷേ ലക്ഷ്യങ്ങളൊക്കെ വേറെ ലക്ഷ്യങ്ങളാണെന്നാണ് നമുക്ക് പറയേണ്ടി വരിക. അമേരിക്കയുടെ ഇക്കോണമി തന്നെ യുദ്ധത്തെ അല്ലെ ആയുധ കച്ചവടത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്കോണമിയാണെന്നാണല്ലോ സുമ ഇപ്പോൾ പറഞ്ഞത്. എങ്ങനെയാണത്? അത് എത്രത്തോളം ഭീകരമാണ്, അതല്ലേ എത്രത്തോളം വലുതാണ്? അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ ഇപ്പോൾ ഈ 2019 തൊട്ട് 25 വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ 42% ഗ്രോത്താണ് ഈ ഡിഫൻസ് കമ്പനികൾക്ക് ഉണ്ടായേക്കണത്. ഈ അമേരിക്കൻ ഡിഫൻസ് കമ്പനികൾ അവർക്കാണ് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ആംസ് വിൽക്കണതൊക്കെ, ഈ വെപ്പൺസ് വിൽക്കണതൊക്കെ ഇവർ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രോത്ത് ഉണ്ടാവാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എടുത്ത് നോക്കുമ്പോൾ അമേരിക്കൻ ആ ഡിഫൻസ് സ്റ്റോക്കിൻ്റെ ETF ഇൻഡെക്സ് അതിൻ്റെ ഗ്രോത്ത് മറ്റുള്ള ETF ഗ്രോത്തുകളെക്കാളും നല്ലതാണെന്നും പറയേണ്ടി വരും. കാരണം എപ്പോഴും അവർക്ക് കോൺസ്റ്റൻ്റ്ലി സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ കമ്പനികൾക്ക്. എവിടെയെങ്കിലും യുദ്ധം ഉണ്ടാവും, എവിടെയെങ്കിലും യുദ്ധം ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കും. അതിനുള്ളൊരു കാരണം കണ്ടെത്താന്നുള്ളതിൽ അമേരിക്കക്കാർ വളരെ മിടുക്കരാണ്. അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്ത് വന്ന് യുദ്ധം ചെയ്യാനായിട്ട് അവർ ആരെയും സമ്മതിക്കില്ല. അമേരിക്കയുടെ മണ്ണിൽ തൊട്ടിട്ടുള്ള യുദ്ധം ആരെയും അവർ ചെയ്യാൻ സമ്മതിക്കില്ല. ആകെ ഉണ്ടായത് ഈ സെപ്റ്റംബർ 11 അറ്റാക്കാണ്. അതല്ലാതെ ഭയങ്കര ഒരു യുദ്ധം അങ്ങോട്ട് പോയി തമ്മിൽ തല്ലിക്കുക, കൂടുതൽ രാജ്യങ്ങളെ അതിലേക്ക് ചേർക്കുക, അതിന് റീസൺസ് ഉണ്ടാക്കുക. ഇതിലൊക്കെ ഈ ആയുധ കച്ചവടം ഒരു വശത്ത് നടക്കണം. ഇപ്പോൾ യുക്രൈൻ്റെ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് എന്താ ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യക്ക് അവർ ബാൻ ചെയ്തു റഷ്യൻ ഓയിൽ വിൽക്കരുതെന്നുള്ളത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് കൂടുതൽ സഫർ ചെയ്യണത്. പക്ഷേ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ എണ്ണ കച്ചവടം നല്ല വിപുലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ മോട്ടീവ്സും ഇതിൻ്റെ പിന്നിലുണ്ട്. ആയുധ കച്ചവടം മാത്രമല്ല, അങ്ങനത്തെ പല. അതുപോലെ യുക്രൈൻ ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങളും സൺഫ്ലവർ ഓയിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഗ്ലോബൽ വിപണിയിൽ യുക്രൈൻ എത്തിക്കണതാണ്. പക്ഷെ ആ കാർഷിക വിപണി കൂടി അമേരിക്കയ്ക്ക് കുറേ പിടിച്ചടക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു യുദ്ധത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമല്ല നടക്കണത്, പല കാര്യങ്ങളും ഇതിലൂടെ നടന്നു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ വാർഷിപ്പുകൾ ഇവിടെ ഇറാൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇറാൻ ആക്രമിക്കുകയാണെന്ന് വിചാരിക്കുക ആ വാർഷിപ്പിനെ, ആ ഒരു ഇത് മാത്രമാണ് തകരണത്. അമേരിക്കൻ മണ്ണിൽ അപ്പോഴും തൊടണില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇതിലുണ്ടാകുന്നുണ്ട്. സ്ട്രാറ്റജിക്കലി അവർ ഒരുപാട് ദൂരെയാണല്ലോ, ഒരിക്കലും നമുക്ക് ആർക്കും അവിടെ പോയി യുദ്ധം ചെയ്യാനുള്ള ഒരു പാങ്ങില്ലാത്ത ഒരു അവസ്ഥ. അതെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ സ്ഥലങ്ങൾ, ഓരോ രാജ്യങ്ങളിൽ ബേസ് ഉണ്ടാക്കണതിൻ്റെ തന്നെ ഉദ്ദേശം ഇതുപോലത്തെ കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ടാണ്. ഇപ്പോൾ എന്തുകൊണ്ട് US മിലിറ്ററി ബേസിനെ ഇറാൻ ആക്രമിക്കണത്? അവർ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GCC കൺട്രീസും കൂടി പെട്ടെന്ന് യുദ്ധം നിർത്താൻ പറയും എന്നുള്ള ഒരു ലക്ഷ്യമാണ്
അവർക്ക് മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ട്രംപിനാണെങ്കിലോ അതിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇങ്ങനത്തെ ലക്ഷ്യങ്ങളുണ്ട്. അതായത് അവരെയും കൂടി പെടുത്താന്നുള്ളതാണ്. പെടുത്തുക, അവരുടെ കൂടെ പിന്തുണ യുദ്ധത്തിന് ഉറപ്പാക്കുക. ഉറപ്പാക്കുക. അപ്പം പിന്നെ അവർക്കും കൂടി അപ്പം ഒരു ലക്ഷ്യമല്ല ഇവർ മുന്നിൽ കാണുന്നത്, അതിന് ഒരു കുറേ കൂടി കടന്നുള്ള ലക്ഷ്യങ്ങളുണ്ട്. അങ്ങനെയാണ് അവരുടെ യുദ്ധങ്ങളെല്ലാം തന്നെ നടന്നു പോണത്. ഇപ്പം ഈ 2026 തുടങ്ങിയാൽ തന്നെ ജാനുവരി മാസത്തിൽ വെനസ്വേലയിൽ സമാനമായിട്ടുള്ള ചില സംഭവ വികാസങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫെബ്രുവരി എത്തിയപ്പോഴത്തേക്കിനും ഇറാനിൽ യുദ്ധം തുടങ്ങി. അത് പതുക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്കെല്ലാം ബാധിച്ചു. 2026 ഇങ്ങനെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രതിഭാസമാകാൻ പോവുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേറൊരു കാര്യം ഇവർ കണ്ണുവെക്കണത് മിനറൽ റിസോഴ്സസ്, അതുപോലെ ഓയിൽ, ഇത് കൂടുതലുള്ള റിച്ച് ആയിട്ടുള്ള റിസോഴ്സസ് ഉള്ള രാജ്യങ്ങൾക്കും ഇവർ നല്ലൊരു കണ്ണുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗ്രീൻലാൻഡിനെ പിടിച്ചടക്കുമെന്ന് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയേക്കണത്. വെനസ്വേലേനെ പിടിച്ചടക്കിയതിന് പിന്നിലും അത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഇങ്ങനത്തെ രാജ്യങ്ങളെ കണ്ണുവെച്ചിട്ട് ഇവിടുത്തെ ഈവൻ ചെറിയ വിമത ഗ്രൂപ്പുകളെ പോലും ആദ്യങ്ങളിൽ ഫ്രീ ആയിട്ട് ആയുധവും ഒക്കെ കൊടുത്ത് പൈസയും കൊടുത്ത് വളർത്തും. അത് കഴിഞ്ഞ് അവരെ സർക്കാരുകൾക്ക് എതിരാക്കും. അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി കൂടെ, അതായത് 1-2 ദിവസം കൊണ്ടോ അല്ല, മാസങ്ങളും വർഷങ്ങളും എടുത്തുള്ള പ്ലാനിങ് ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കണ്ടാവും, നമുക്കറിയാത്തത്. ഒരു പരിധി വിട്ട് അത് പുറത്തേക്ക് വരുമ്പോഴാണ്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം പറയേണ്ടത്, ഇവർ വളർത്തിയ പല വിമത ഗ്രൂപ്പുകളും അവസാനം അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞ ചരിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും വിമത ഗ്രൂപ്പുകളെ വളർത്തണതും പൈസയും ആദ്യം ആയുധങ്ങൾ ഫ്രീ ആയിട്ട് വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ പിന്നെ ആ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഫോഴ്സ്ഡ് ആവും അമേരിക്കയിൽ നിന്ന് തന്നെ വാങ്ങിക്കാനായിട്ട്. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളും ഇതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. ഇപ്പം സുമ പറഞ്ഞിരുന്നു പിന്നെ വാർ ഇക്കോണമിയുടെ കാര്യം, യുദ്ധം പോലെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആയുധം വിൽക്കുക അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്ന കമ്പനികൾക്ക് ഒരുപാട് മുന്നേറ്റമുണ്ട്. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയാൽ തന്നെ ഈ കാര്യം അറിയാവുന്നതാണ്. ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും ഒക്കെ, അതായത് ലോകത്തിൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലെയും ഷെയർ മാർക്കറ്റ് ഇപ്പോൾ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. പക്ഷേ US മാത്രം ഈ പറഞ്ഞ പോലെ നോക്കുമ്പോൾ ഈ പർട്ടിക്കുലർ മേഖല വളരെ ഉയരുന്നുണ്ട്. ഇതിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെ പങ്ക് എന്താണ്, അല്ലെ അവരെ എത്രത്തോളമാണ് ഈ യുദ്ധം സഹായിക്കുന്നത്? ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ അവർ സ്ട്രാറ്റജിക് നിക്ഷേപം നടത്തുന്നതാണ്. അതായത് അവർക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ഇക്കോണമിയിൽ ഏതൊക്കെ മേഖലകളായിരിക്കും കൂടുതൽ വളരുക. അപ്പോൾ ഇന്ന് ഇത്ര 10 രൂപ നിക്ഷേപിച്ചാൽ എനിക്ക് നാളെ 100 രൂപ കിട്ടണം എന്നുള്ള ആ ഒരു കണ്ണ് വെച്ചുകൊണ്ടാണ് അവർ പ്ലാൻ ചെയ്യണത് നിക്ഷേപം. അപ്പോൾ ഇന്ന് ഈ ഡിഫൻസ് കമ്പനിയിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും വളരും, അതിന് ഒരു തളർച്ച ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ അങ്ങനത്തെ കമ്പനികളിൽ ആക്ച്വലി നിക്ഷേപിക്കണത്. അപ്പോൾ ഇപ്പോൾ ഒരു IT കമ്പനികളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ITക്ക് ഇപ്പോൾ തന്നെ ഈ AI ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പല കമ്പനികളുടെയും സ്റ്റോക്സ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി. അതായത് ഓരോ ടെക്നോളജിയുടെ ഡിഫറൻസിനനുസരിച്ച് പല സ്റ്റോക്കുകൾ ഡൗൺ ആവണ ഒരു സമയം വരും. അതായത് ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സമയത്ത് നമ്മുടെ FMCG കമ്പനികൾ, നമ്മുടെ ഭക്ഷണ കമ്പനികളൊക്കെ കയറുകയാണെന്നുള്ള ഒരു സമയമാണെന്നുണ്ടെങ്കിൽ, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വേറൊരു സെക്ടറിലേക്ക് ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് പോകും. പക്ഷേ ഇവിടുത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ഡിഫൻസ് കമ്പനികൾക്ക് എപ്പോഴും കോൺസ്റ്റൻറ്റ് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ അവർ ഒരു പരിധി വിട്ട് തളർന്നു പോവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ബ്ലാക്ക് റോക്കും അതുപോലെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സും എല്ലാം തന്നെ ഈ ഡിഫൻസ് കമ്പനികളിൽ ഇതുപോലെ നിക്ഷേപിക്കണത്. അപ്പോൾ അവർക്ക് കോൺസ്റ്റൻ്റ്ലി ഒരു പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അവർക്കും അതിൻ്റെ ലാഭം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കാര്യവും ഇവിടെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റ് യുദ്ധങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട്, അതായത് ഇപ്പം തന്നെ ഓൺഗോയിങ് ആയിട്ട് റഷ്യ-യുക്രൈൻ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ യുദ്ധത്തിൽ, ഇറാനിൽ ഇപ്പം നടക്കുന്ന ഈ യുദ്ധത്തിൽ സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ ഭയങ്കര കൂടുതലാണ്. AI പോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് പിക്ചറും കാര്യങ്ങളും ഒക്കെ പിന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അത് ശരിയാണോ? AIയുടെ ഒരു ഇമ്പാക്റ്റ്, അതല്ലെങ്കിൽ യുദ്ധം ആർട്ടിഫിഷ്യലാണ് അല്ലെ വരുത്തി തീർക്കുന്നതാണ് എന്നൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം? അത് നമുക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പുകൾക്കും അജണ്ട ഉണ്ടാവുമല്ലോ. അത് നടപ്പിലാക്കണതാണ്. ഈവൺ
മീഡിയകൾക്ക് അവരുടേതായ അജണ്ടകൾ ഉണ്ടാവും, അതല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് അവരുടേതായ അജണ്ടകൾ ഉണ്ടാവും, NGOകൾക്ക് അവരുടേതായ അജണ്ടകൾ ഉണ്ടാവും, മറ്റ് സർക്കാരുകൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് ചെയ്തതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് ആ ഒരു ടെക്നോളജിക്കൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ടുണ്ടാവണതാണ്. പിന്നെ നമ്മൾ ഈ യുദ്ധത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് തിരിച്ചു പോയാൽ ഒരു കാര്യം നമ്മൾ സ്പെസിഫിക്കലി പറയേണ്ടത്, ഈ യുദ്ധം ഉണ്ടാവുമ്പോൾ അമേരിക്കയുടെ ഇക്കോണമി ഗ്രോ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഈ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ നമ്മൾ ഈ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, യുദ്ധകാലം തൊട്ട് റഷ്യയുടെ ഇക്കോണമിക്ക് ഗ്രോത്താണ്. അതായത് ഇവർക്ക് എണ്ണ വിൽക്കാൻ പറ്റണില്ല, എല്ലാ തരത്തിലുള്ള ബാൻ ഉണ്ട്. അതുപോലെ ഇവരുടെ കുറേ ഗോൾഡും ഡോളർ റിസർവ്സൊക്കെ അമേരിക്ക പിടിച്ചു വെച്ചേക്കാണ്. അത് ഒന്നുമില്ല അവരുടെ കയ്യിൽ. എന്നിട്ട് പോലും ഈ റഷ്യ ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെയാണ് എണ്ണ വിൽക്കണത്. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്യണേ. എന്നിട്ട് പോലും ഗ്രോത്ത് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ഈ സെയിം കാര്യം തന്നെയാണ്. യുദ്ധം ഒരു രാജ്യത്തെ ഇക്കോണമിയെ വളർത്തുന്നുണ്ട്. അവിടുത്തെ ഓരോ മേഖലകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്ഷൻ ഉണ്ടാവണത് മുഴുവൻ ഈ യുദ്ധ റിലേറ്റഡ് കാര്യങ്ങളാണ്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇക്കോണമി താഴ്ത്തോട്ടാണ് പോയേക്കണേ യുദ്ധം തുടങ്ങിയ പിന്നെ. കാരണം അവർക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ശുദ്ധീകരിച്ച അസംസ്കൃത എണ്ണ എത്തുന്നുണ്ട്, പക്ഷേ റഷ്യയിൽ നിന്ന് നേരിട്ട് എത്തണില്ല. റഷ്യയിൽ നിന്ന് നേരിട്ട് എത്തിയിരുന്നു കഴിഞ്ഞപ്പോൾ അവർക്കത് ലാഭമായിരുന്നു. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എത്തുമ്പോൾ അവർക്കത് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ യൂറോപ്യൻ ഇക്കോണമി GDP കുറയുമ്പോൾ റഷ്യയുടെ ഇക്കോണമി ഗ്രോ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ എഗെയിൻ അവിടെ യുദ്ധമാണ് ഇത്തിരി ഇതായിട്ട് നിൽക്കണമെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, യുദ്ധം ഇക്കോണമികളെ വളർത്തുന്നുണ്ട്. ആ ഒരു കാര്യത്തിന് അമേരിക്ക തെളിഞ്ഞും പതുങ്ങിയും ഒക്കെ സപ്പോർട്ട് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വലിയ യുദ്ധ കമ്പനികളുടെ സ്റ്റോക്ക് പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ബോയിങ്ങും അല്ലെങ്കിൽ ജനറൽ ഡൈനാമിക്സും ലോക്ഹീഡ് മാർട്ടിൻ, നോർത്ത്രോപ്പ് ഗ്രൂമാൻ, റേത്തിയോൺ, ഇങ്ങനത്തെയൊക്കെ ഈ വലിയ 5 കമ്പനികളുടെ പ്രോഫിറ്റ് എടുത്താൽ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എത്രത്തോളം ഗ്രോത്ത് ഇവർക്ക് ഉണ്ടാവുന്നുണ്ടെന്നുള്ള കാര്യം. ഈ യുദ്ധം തുടങ്ങിയ പിന്നെ ഈ കമ്പനികളൊക്കെ മുന്നേറുമായിരിക്കും. എല്ലാത്തിനും ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. പിന്നെ ഈ വാർ ഇക്കോണമിയുടെ ഭാഗമായിട്ട് ഈ കമ്പനികൾ മാത്രമല്ല വളരണേ. അതായത് ഒരു സാധനം ഒരു ഇക്കോണമിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ അത് മറ്റുള്ള സെക്ടേഴ്സിനെ കൂടി നല്ല രീതിയിൽ വളർത്തുന്നുണ്ട്. അതും ഒരു പറയേണ്ട കാര്യമാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപാണ് കുറേ കൂടി അഗ്രസീവായിട്ടുള്ള നയങ്ങൾ എടുത്തതെന്നുണ്ടെങ്കിലും അമേരിക്കയുടെ ഫോറിൻ പോളിസി അത് ഒരു കാലത്തും മാറണില്ല. അതായത് ഓരോ പ്രസിഡൻസ് മാറി വരുമ്പോഴും ഫോറിൻ പോളിസിക്ക് വലിയ വ്യത്യാസം വരുന്നില്ല. ഈ ഓരോ രാജ്യത്തും ഓരോ സമയത്തും ഓരോ പ്രസിഡൻറ്റുമാരുടെ കാലത്തും യുദ്ധങ്ങളും ഇതുപോലത്തെ സംഘർഷങ്ങളും അല്ലെങ്കിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളും അവരെന്നും വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. ഇറാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ എണ്ണസമ്പുഷ്ടമാണ്, വളരെ പെട്ടെന്ന് വളർന്നു വന്ന ഇക്കോണമിയാണ്. യുദ്ധം ഈ മേഖലയെ എങ്ങനെയായിരിക്കും ഇനി ബാധിക്കുക? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇറാന് റഷ്യയും ചൈനയും നോർത്ത് കൊറിയയും സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് മാറി മറിയും. പക്ഷേ അതിനുള്ളൊരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ട്രംപ് ഇതിൽ കുറേ കൂടി GCC കൺട്രീസ് വന്നതിൽ വളരെ സന്തോഷവാനാണെന്നാണ് പറയണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ മനസ്സിലിരിപ്പ് ഈ യുദ്ധം എങ്ങനെയെങ്കിലും തുടർന്നു കൊണ്ട് പോകാമെന്നുണ്ടെങ്കിലും ഈ രാജ്യങ്ങൾ ഇതിലേക്ക് വന്നതിൽ ട്രംപിന് ഹാപ്പിയാണ്. കാരണം ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരു ഇക്കോണമീനെ കൂടി, അതായത് എണ്ണ എന്ന് പറയണത് അതാണ് മെയിൻ ഒരു റിസോഴ്സ്. ആ റിസോഴ്സിനെ കുറയ്ക്കുക, അമേരിക്കൻ എണ്ണ ഉൽപ്പാദനം കൂട്ടാനും അത് ഗ്ലോബൽ ഇക്കോണമിയിലേക്ക് കൂടുതൽ എത്തിക്കാനും ഒക്കെ അമേരിക്ക നോക്കുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ എണ്ണയിലുള്ള ആധിപത്യം, GCC രാജ്യങ്ങളുടെ ആധിപത്യം കുറയ്ക്കുക, അവിടെയും കുറേ കൂടി ഇൻഫ്ലുവൻസ് കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളും ട്രംപിന് ശരിക്കും ഇതൊരു യുദ്ധത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധം നടക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് നേരിട്ട് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ,
ജനാധിപത്യത്തിൻ്റെയും മനുഷ്യാവകാശ ലംഘനത്തിൻ്റെയൊക്കെ പേരിലാണ് പലപ്പോഴും യുദ്ധങ്ങൾ തുടങ്ങുന്നത്. പക്ഷേ ഇതിന് പിന്നിലുള്ള മോട്ടീവ്സ് ഇതുപോലത്തെ പല മോട്ടീവ്സാണ്. അൾട്ടിമേറ്റ്ലി അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ട്രംപിൻ്റെ നയങ്ങൾക്കൊക്കെ തന്നെയാണ് ഇവിടെ പ്രാധാന്യം എന്ന് പറയേണ്ടി വരും. അപ്പം നന്ദി സുമ, ഇത്രയും വിവരങ്ങൾ പറഞ്ഞു തന്നെ. താങ്ക് യു.